അസ്സലാമു അലൈക്കും, വെൽക്കം ടു സൂസ് ബേബി ക്യാൻഡി. എല്ലാവരും സുഖമായി സന്തോഷിച്ചിട്ടിരിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ 6:45 ഇന്നത്തെ എൻ്റെ ഡേ തുടങ്ങിയത്. തണുപ്പായത് കാരണം ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലേറ്റ് ആയിപ്പോയി. എന്നാലും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതൊരു 6:45 വ്യൂ ആണ് കേട്ടോ. പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. അപ്പോൾ ഇന്ന് ദോശമാവും അപ്പത്തിൻ്റെ മാവും ഒന്നുമില്ല. അപ്പോൾ പിന്നെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പം മീൽ പ്ലാനിങ് അനുസരിച്ച് ഇന്ന് പൂരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിക്കുള്ള കറി ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ ഡിന്നറിന് ഉണ്ടാക്കിയ കറി തന്നെയാണ് ഇന്ന് രാവിലെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നുണ്ട്. ഹസ്ബൻഡ് ഇന്ന് ലഞ്ച് കൊണ്ടുപോകണ്ട. അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ സാലഡ് മാത്രമേ ഹസ്ബൻഡ് കൊണ്ടുപോകുന്നുള്ളൂ ഓഫീസിലേക്ക്. അപ്പോൾ അത് ഉമ്മ ഉണ്ടാക്കിക്കൊള്ളും. പിന്നെ മോൾക്കുള്ള ലഞ്ചും അത് മോൾക്ക് ലഞ്ചിനായിട്ട്, അതായത് ടിഫിൻ ബോക്സിൽ പൂരി, ചെറിയൊരു പൂരി, ഇതേ പൂരിയിൽ നിന്ന് ചെറിയ സൈസ് കട്ട് ചെയ്ത് 2-3 വെക്കുന്നത്, അതാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ ബ്രേക്കിനൊരു ചെറിയ പഴമില്ലേ, അതാണ് വെച്ചേക്കുന്നത്. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാര്യം ഞാൻ തിരക്കിലായിപ്പോയി. മോനിപ്പോൾ സ്റ്റഡി ലീവ് വന്നേ. അപ്പോൾ അത് കാരണം മോൾക്ക് മാത്രം പോയാൽ മതി. മോൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാനും മോളും കൂടെ ബ്ലാങ്കറ്റൊക്കെ മൂടിയിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇതിപ്പോൾ കണ്ട, പുറത്ത് കുട്ടികൾ സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ സ്കൂൾ ബസ് വരുന്നതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിർത്താനുള്ള ടൈം. നമ്മൾ അത്രയും നേരം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് മോൾക്ക് കഴിച്ചിട്ട് ആ സ്കൂൾ ബസ് വരുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് പിന്നെ ഡ്രസ്സ് ചെയ്യാനായിട്ട് പോകും. അങ്ങനെയാണ് കേട്ടോ. രാവിലെ ഭയങ്കര തണുപ്പാണ്, മോളൊക്കെ പോകുന്നത് സമ്മതിക്കണം. പിന്നെ നമുക്കുള്ള അഡ്വാൻറ്റേജ് നമുക്ക് സ്കൂൾ അടുത്താണ്. അത് കാരണം 5 മിനിറ്റ്സ് നടക്കാനേ ഉള്ളൂ. പക്ഷേ സ്കൂളിന് ദൂരെ താമസിക്കുന്നവരൊക്കെ രാവിലെ 5:30 ബസ്സിൽ കയറിയിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഡ്രസ്സ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാനും ഒന്ന് റെഡി ആവുന്നുണ്ട്. മോളെ കൊണ്ടുവിടണം. പിന്നെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകാൻ റെഡി ആവുന്നുണ്ട്. അത് കാരണം അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, ലേറ്റായി പോയല്ലോ. പിന്നെ മോളെ കൊണ്ടുവിട്ടിട്ട് ഞാൻ നടക്കാൻ പോകുന്നുണ്ട്. ഇന്ന് വേറൊരു പുതിയ റൂട്ടാണ്. അപ്പോൾ നടക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ശരിക്കും നല്ല ഫാസ്റ്റായി നടന്ന് നല്ല ബ്രിസ്ക് വാക്കാണ് നമുക്ക് ഹെൽത്തിന് നല്ലത്. നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് കൂടി അത് നമുക്ക് ഫീൽ ചെയ്യണം. പക്ഷേ ഞാൻ നല്ല സ്ലോ പേസിൽ നല്ല എൻജോയ് ചെയ്താണ് നടക്കുന്നത്. അത് കാരണം ഇതിനകത്തൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല പ്യുവർ ഓക്സിജനൊക്കെ നമുക്ക് കിട്ടും. രാവിലെ നടക്കുമ്പോൾ ഭയങ്കര ഫ്രഷാണ് കേട്ടോ, അങ്ങനെ ഫീൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഞാൻ നടക്കാൻ പോകാത്ത ദിവസം ഞാൻ ജോലി ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ അപ്പർ ഐലിഡും ലോവർ ഐലിഡും തമ്മിൽ ഭയങ്കര അട്രാക്ഷനാണ്. പക്ഷേ ഇങ്ങനെ നടന്നിട്ട് വരുമ്പോൾ അതില്ല കേട്ടോ. ഇതൊരു സ്കൂൾ ഏരിയ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ സ്കൂളിലും ഈ ഒരു സമയം അസംബ്ലിയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ പ്രെയർ സോങ്ങും എല്ലാം കൂടെ നല്ല രസമാണ് കേൾക്കാൻ. പിന്നെ ഇങ്ങനെ ഓരോ സീബ്ര ക്രോസിങ്ങിൻ്റെ അടുത്തായിട്ട് സെക്യൂരിറ്റീസ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പോകാൻ, അവർക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ ഇന്നൊരു 25 മിനിറ്റ് നടന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നടക്കുമ്പോഴേ വീഡിയോ എടുക്കാൻ പറ്റും. ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ സാധാരണ വീഡിയോ അങ്ങനെ എടുക്കാറില്ല. അവരും കംഫർട്ടബിൾ ആയിരിക്കില്ല, ഞാൻ ഭയങ്കര കോൺഷ്യസും ആവും. അപ്പോൾ അത് കാരണം ഞാനൊട്ടും ഒരു ഫ്രീ ആവത്തില്ല, ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ വീഡിയോ. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ കട്ടൻ ചായയും ബ്ലാങ്കറ്റും പിന്നെ ലാപ്ടോപ്പും കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഇനി ഒരു 11:30 വരെ ഞാൻ ഇതിൻ്റെ തിരക്കിലായിരുന്നു. ഇതിനിടയ്ക്ക് മോനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അതെല്ലാം ഉമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് കുറച്ച് മാത്സ് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞൊരു 12:30 ആയപ്പോൾ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് കയറി. ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി, എന്നാലും വേഗം ഒന്ന് പറഞ്ഞിട്ട് പോവാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് എന്തെങ്കിലും നട്ട്സ് ഇടുക. ഞാനിവിടെ കാഷ്നട്ട് ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഹോൾ ഗരം മസാല, കുറച്ച് കടുക്, ജീരകം, കായപ്പൊടി, ഉലുവാപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തത്, വറ്റൽമുളക് ഒരു സ്പൂൺ പൊടിച്ചതിരുന്നുണ്ട്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഇടാം, പക്ഷേ ഞാൻ അധികം ചേർത്തിട്ടില്ല. വറ്റൽമുളക് തന്നെയാണ് ഇതിനകത്ത് എരി കൊടുക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് താല്പര്യമുള്ളവർക്ക് പച്ചമുളക് കൂടെ ചേർക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു 3 ടൊമാറ്റോ നന്നായി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞു വരണം. ആ സമയത്ത് ഇവിടെ ഉമ്മ
ഇവിടെ ഒരു കറി വെക്കുന്നുണ്ട്, സോയാ ചങ്ക്സ് കറിയാണ്. അപ്പോൾ കാണുമ്പോൾ ബീഫ് കറി പോലെ തന്നെ ഉണ്ട്, ടേസ്റ്റും ഏകദേശം അതുപോലെയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ രാത്രി കൂട്ടാനായിട്ടാണ് അതുണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിയുന്നതും ഉച്ചയ്ക്ക് മുമ്പ് ഈ ഒരു ഡിന്നറും കൂടെ ഒരു ഡിന്നർ കറി എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. കാര്യം വൈകുന്നേരം ഇപ്പോൾ എക്സാംസ് ഒക്കെ നടക്കുന്ന കാരണം വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ബിസിയാവും, പിന്നെ ടയേർഡാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സാംസ് നടക്കുകയാണ്, അപ്പോൾ അത് കാരണം വൈകുന്നേരങ്ങളിൽ എല്ലാ വീടുകളിലും തിരക്കായിരിക്കും. പൊതുവേ ഞാൻ കഴിയുന്നതും നേരത്തെ ഡിന്നർ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കറി ആയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ചപ്പാത്തി മാത്രം രാത്രി ഉണ്ടാക്കിയാൽ മതി. ടൊമാറ്റോ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കഴുകി നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കുക. അപ്പം അരി ഏതാണെന്നറിയോ? ബസ്മതി അരി ഏത് വേണമെങ്കിലും എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൈമാരി എടുത്തേക്കുന്നത് കേട്ടോ, കുറച്ചും കൂടെ സോഫ്റ്റായിട്ടിരിക്കും. അതേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ബസ്മതി അരി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈമാരി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് 1 കപ്പ് അരിക്ക് ഏകദേശം ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചേക്കുന്നത് കേട്ടോ. അരി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തിട്ടാട്ടോ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം, എന്നാലേ ടൊമാറ്റോ റൈസിന് ടേസ്റ്റ് ഉണ്ടാവും. മുന്നോട്ട് നിൽക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇടുമ്പോൾ കുറച്ച് മുമ്പോട്ട് നിൽക്കണം, എന്നാലേ റൈസിൽ അത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇടാൻ. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ആണ് ശരിക്കും ടൊമാറ്റോ റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ. പൊട്ടറ്റോ ഫ്രൈയും തൈരിനകത്ത് ഉള്ളിയിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്, കാര്യം വെച്ചാൽ പൊട്ടറ്റോ ഇല്ലായിരുന്നു. പിന്നെ ചിക്കൻ ഓൾറെഡി മസാല പുരട്ടിയത് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് രാത്രിത്തേക്ക് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വെച്ചിരുന്നത്. പിന്നെ ഇതിപ്പോൾ ലഞ്ചിന് എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ചിക്കൻ ഞാൻ കാസ്റ്റ് അയൺ പാനിലാട്ടോ ഉണ്ടാക്കുന്നത്. കാസ്റ്റ് അയണിനെ പറ്റി അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ. ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ടൊമാറ്റോ റൈസിൽ നല്ല ഫ്രഷ് മല്ലിയിലയും കൊണ്ട് ഇട്ടാലേ നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. എൻ്റെ മല്ലിയിലയും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ മോളെ വിളിക്കാൻ വേഗം പോയിട്ട് വരാവേ. ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാ തവണയും ഈ ഒരു വീഡിയോ കാണിച്ചിട്ട് ബോറടിക്കുന്നുണ്ടാവും. റെപ്പറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് മിക്കവാറും സെയിം ആയിരിക്കും കേട്ടോ. അങ്ങനെ മോളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മോള് ഫ്രഷ് ആയതിനു ശേഷം നമ്മളെല്ലാവരും ലഞ്ച് കഴിക്കാമെന്നേ. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഉമ്മക്ക് ഇപ്പം ഉമ്മ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ കുട്ടികളുണ്ട്. ഇപ്പോൾ എക്സാം സമയമായതുകൊണ്ട് അവരൊക്കെ നേരത്തെ വരും. അപ്പോൾ ആ ട്യൂഷൻ കുട്ടികളുടെ കൂടെ മോളും ഇരിക്കുന്നുണ്ട്. മോളുടെ ഫ്രണ്ടും ഉള്ളത് കാരണം മോളും ആ സമയത്ത് പഠിക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എക്സാം നടക്കുകയാണല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാ പഠിത്തവും ഒരുമിച്ച് നടക്കും. പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ക്ലീനിങ് ഒന്നും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാ തവണയും അതൊക്കെ കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ ഹസ്ബൻഡിന് ഓഫീസിൽ വന്നപ്പോൾ വേറെ സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നേന്ത്രപ്പഴവും ചായ കൊടുത്തത്. എന്നിട്ട് നമ്മളിന്നൊന്ന് പുറത്തിറങ്ങുന്നുണ്ട്. കാര്യം കഴിഞ്ഞ കുറേ നാളായിട്ട് എക്സാംസൊക്കെ ആയത് കാരണം നമ്മൾ പുറത്തെങ്ങും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ പോകുന്നത് നമ്മുടെ 2 ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ അവർക്കായിട്ട് കുറച്ച് ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ച് പോകാറായി. അപ്പോൾ എല്ലാ ദിവസവും അവർ 2 വീക്സിന് വന്നതാണേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ നാളെ പോകാം അങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് അവസാനം അവർ പോകാറായിട്ടുണ്ട്. അപ്പോൾ അതാ പെട്ടെന്ന് നമ്മൾ വന്നിട്ട് ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ഫ്രണ്ടിന് കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെയും കാണാനായിട്ട് പോകണം. അപ്പോൾ 2 പേർക്കുള്ള ഗിഫ്റ്റ് വാങ്ങാനായി ഇന്നിപ്പോൾ ലുലുവിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ 2 സാധനം ഞാൻ എടുത്തപ്പോൾ ഹസ്ബൻഡിന് ഒരു കോൾ വന്നു. ഹസ്ബൻഡ് അതിനകത്ത് ബിസിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ലുലു എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കാണ്. ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ ഒരു തരി സമയവും വേസ്റ്റ് ആക്കില്ലല്ലോ. അപ്പോൾ ലുലുവിൽ ചെറിയ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. 10-20 ദിർഹംസിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഓഫറിൽ കിടപ്പുണ്ട്. പക്ഷേ അങ്ങനെ വലുതായിട്ടൊന്നും നമ്മൾ എടുത്തൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ ലുലു ക്യാപിറ്റൽ മാളാണ്. അപ്പോൾ അവിടെ ഒരു ഫെതേഴ്സ് ആൻഡ് ഫിൻ എന്ന് പറഞ്ഞൊരു പെറ്റ് ഷോപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ലുലു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിന് അടുത്തായിട്ടുള്ള ലിഫ്റ്റിൻ്റെ സൈഡിലാണ് കേട്ടോ.
അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ ഞാനിതിവിടെ ഷെയർ ചെയ്തത്. ക്യാപിറ്റൽ മോൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഭയങ്കര ക്വയറ്റാണ് കേട്ടോ. വേറെ ഷോപ്സൊന്നും അങ്ങനെ വലുതായിട്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല. അത് കാരണം തന്നെ ഭയങ്കര ക്വയറ്റാണ്. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. അപ്പോൾ ക്യാപിറ്റൽ മോളിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. പക്ഷെ അവിടെ വിളിച്ചപ്പോൾ അവർ പുറത്താണ് ഉള്ളത്. പിന്നെ ഒത്തിരി ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് നമ്മളത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി. അപ്പോൾ ഇന്ന് പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൻ്റെ വീടിനടുത്തായിട്ടൊരു കാർ വാഷ് ഉണ്ട്. അപ്പം മഴയൊക്കെ പെയ്തിട്ട് കാർ ആകെ മോശമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ കാർ വാഷ് ചെയ്യാനായിട്ട് കയറാമെന്ന്. അങ്ങനെ കാർ വാഷൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഡിന്നറിന് സമയമല്ലോ. അപ്പോൾ ഉമ്മ ഓൾറെഡി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം വേറെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കിടക്കുന്നതിന് മുൻപ് ഞാൻ കഴിയുന്നതും ചെയ്യാറുണ്ട്, ഒരു ക്വിക്ക് ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ മുൻപ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഹാള് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. പിന്നെ മോൾക്ക് നാളെ ഇടാനുള്ള യൂണിഫോം നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൊണ്ടിവിടെ വെക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് വെക്കുന്നുണ്ട്, ആക്സസറീസ് എല്ലാം. അപ്പോൾ പിന്നെ രാവിലെ ആ ഒരു തിക്കും തിരക്കൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നതും ഞാനത് ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ ചില ദിവസങ്ങളിൽ മടിയോ ക്ഷീണമോ ഒക്കെ ആണെങ്കിൽ ചെയ്യാറുമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ കഴിയുന്നതും ചെയ്ത് വെക്കാറുണ്ട്. തണുപ്പായത് കാരണം എഴുന്നേക്കാൻ ലേറ്റ് ആവുമോ എന്നുള്ളൊരു പേടി കാരണമൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇതെല്ലാ ദിവസവും ഇതുപോലല്ല, പക്ഷെ മിക്കവാറും ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you in another video. Bye from Zeus Pepe Candy.